നരേന്ദ്രമോദി മല്ലീശ്വരന്റെ അമ്പ് പോലെ ഒരെണ്ണം എടുക്കും, തൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് 10-100 മൾട്ടിപ്ലൈ ചെയ്ത് പോകും. പല സ്ഥലത്താണ് പോയി കയറുക. അണുവായുധം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞ് പാകിസ്ഥാനോട് മാത്രമല്ല, അതുപോലെ തന്നെ ചൈനയോടും കൂടിയാണ്. ചൈന ഒരു ആണവ ശക്തിയാണല്ലോ, അത് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. രണ്ടാമത്തെ കാര്യം, ഈ സർഗോദയിൽ അല്ലെങ്കിൽ കിരാന കുന്നുകളിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ മെൽഡൗൺ നടന്നു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ മെൽഡൗൺ നടന്നു കഴിഞ്ഞാൽ ഇനി പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ അമേരിക്കയും ബാക്കി ആണവ സംഘടനകളും കൂടെ വന്നിട്ട് മേടിച്ചോണ്ട് പോകും. നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ അറിയില്ല. അതാണ് അവർ പറയാൻ പോകുന്ന കാര്യം. ഈ ഒരു സിറ്റുവേഷൻ അമേരിക്കയുടെ അജണ്ടയിലുള്ളതാണ്, ഇസ്രായേലിന്റെ അജണ്ടയിലുള്ളതാണ്, യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ അജണ്ടയിലുള്ളതാണ്. കാരണം ഇത് ഏറ്റവും അഫക്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇറാനെയും ചൈനയുമാണ്. ഇറാനിന്റെ മരിച്ചുപോയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചുപോയ പ്രസിഡന്റ് പാകിസ്ഥാനിൽ വന്ന് ഇവിടെ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന 10ാമത്തെ ദിവസം മറ്റാണ് ഇങ്ങനെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് മരിക്കുന്നത്. ഇങ്ങനെ പാകിസ്ഥാനിൽ നിന്നൊരു അണുവായുധം കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴത്തേക്കും മൊസാദ് തട്ടിക്കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്ന ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുള്ളത്. കാരണം ഈ പാകിസ്ഥാന് പൈസ ഇല്ലാത്തതിന്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഞാൻ ചോദിക്കുന്ന പൈസ തരാം, ആ പൈസ ഞാൻ തന്നേക്കാം, നിനക്ക് എത്ര പൈസ വേണം പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞെടുത്ത് അണുവായുധം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ 10 എണ്ണം ഉള്ളതിന്റെ അന്നോ അല്ലെങ്കിൽ 50 എണ്ണം ഉള്ളതിന്റെ അന്നോ ഒരെണ്ണം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പോയില്ലേ. അത് എവിടെ ചെന്ന് കയറാം? അത് ഇസ്രായേലിൽ പോയി പൊട്ടുമോ, അമേരിക്കയിൽ പോയി പൊട്ടുമോ, ബാക്കി യൂറോപ്പിൽ എവിടെയെങ്കിലും പൊട്ടുമോ, ചൈനയെ തന്നെ പൊട്ടുമോ എന്നറിയില്ല. എവിടെ പൊട്ടുമോ എന്ന് ആർക്കും അറിയാത്ത അവസ്ഥ. ഇതുകൊണ്ടാണ് മോദി ലോക സമാധാനത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്.